വയോജനങ്ങൾക്കും കുട്ടികൾക്കും പൊതുവെ പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമായി എത്തുന്നു ഡോക്ടേഴ്സ് വ്യൂ. നമസ്കാരം. വേനൽക്കാലം തുടങ്ങുന്നതോടെ കണ്ണിൻ്റെ ഇൻഫെക്ഷൻസിൻ്റെയും അലർജിയുടെയും സീസൺ കൂടി തുടങ്ങുകയാണ്. ആസ്മ, ത്വക്ക് രോഗങ്ങൾ, ഇതോടൊപ്പം തന്നെ നേത്രരോഗങ്ങളും വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു സീസണാണ് സമ്മർ. സമ്മറിൽ അന്തരീക്ഷത്തിലുള്ള ഊഷ്മാവ് കൂടുന്നതിനോടൊപ്പം തന്നെ ഒത്തിരി അലർജൻസും പൊടിപടലങ്ങളും ധാരാളമായി കാണുന്നത് കൊണ്ട് ആണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ വളരെ കോമൺ ആയിട്ട് സമ്മറിൽ കാണുന്ന ഒരു ഇൻഫെക്ഷനാണ് ചെങ്കണ്ണ് അഥവാ കൺജങ്ക്റ്റിവൈറ്റിസ്. ഇത് മെഡ്രാസ് ഐ എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ ഒരിക്കലെങ്കിലും ചെങ്കണ്ണ് വന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് അറിയാം അതിൻ്റെ എത്രത്തോളം ബുദ്ധിമുട്ട് അത് കണ്ണിന് ഉണ്ടാക്കുന്നു എന്നുള്ളത്. നമ്മളെ ദൈനംദിന പ്രവർത്തനങ്ങൾ അത് എത്രത്തോളം ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കണം. കാര്യം ഇത് കാഴ്ചയെ കാര്യമായി ബാധിക്കുകയില്ല എങ്കിലും അതുകൊണ്ട് നമ്മളുടെ ഡെയിലി ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പോൾ കണ്ണിൻ്റെ ഏറ്റവും പുറത്തെ പാളിയായ, അതായത് നമ്മൾ കണ്ണിൻ്റെ വെള്ള എന്ന് പറയുന്ന കൺജങ്ക്റ്റൈവ എന്ന കോശഭിത്തിയിൽ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ചെങ്കണ്ണ്. അപ്പോൾ ഇങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോൾ കണ്ണിൻ്റെ കൺജങ്ക്റ്റൈവയിലുള്ള രക്തക്കുഴലുകളിലേക്ക് രക്തപ്രവാഹം വളരെ കൂടുകയും താൽക്കാലികമായി രക്തപ്രവാഹം കൂടുകയും തന്മൂലം കണ്ണ് നല്ല ചുവപ്പായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് റെഡ് ഐ. അപ്പോൾ റെഡ് ഐ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു സാംക്രമിക രോഗമാണ്. നമുക്കറിയാം, ഇപ്പം സമ്മർ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഒരാൾക്ക് ഇൻഫെക്ഷൻ കിട്ടി, അടുത്ത ദിവസം തന്നെ അയാളുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്കും, ഇപ്പോൾ കൊച്ചു കുട്ടികളാണെങ്കിൽ ആദ്യത്തെ ദിവസം കുഞ്ഞിനായിരിക്കും ചെങ്കണ്ണായിട്ട് വരിക, അടുത്ത ദിവസം അച്ഛനും അമ്മയ്ക്കോ മുത്തശ്ശനും മുത്തശ്ശിക്കോ എല്ലാം ഇൻഫെക്ഷനായിട്ട് വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു രോഗമാണ്, അതൊരു സാംക്രമിക രോഗമാണ്. അപ്പോൾ ഇതിൽ കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോണ്ടാക്റ്റ് ആണ്. അതായത് ഇൻഫെക്ഷൻ ഉള്ള വ്യക്തി കൈ കണ്ണിൽ തൊടുകയും ആ കൈ വേറെ എവിടെയെങ്കിലും ടച്ച് ചെയ്യുകയോ അതേ ഭാഗത്ത് നോർമലായിട്ടുള്ള ഒരാൾ തൊടുകയും അവരുടെ കൈ കണ്ണിൽ അറിയാതെ തൊടുകയും ചെയ്യുമ്പോഴാണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വ്യക്തി ശുചിത്വമാണ്. പിന്നെ ബാക്ടീരിയലുണ്ട്, വൈറലുണ്ട്, രണ്ട് തരമാണ് പ്രധാനമായിട്ടും ചെങ്കണ്ണ് വരുന്നത്. ഇതിൻ്റെ പ്രസൻറ്റേഷൻ ചെറിയ വ്യത്യാസമുണ്ട്. വളരെ സാധാരണമായിട്ട് കാണുന്നത് വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് ആണ്. 90% ആൾക്കാരിലും ഇതാണ് കാണപ്പെടുന്നത്. ഇത് ജലദോഷം ഉണ്ടാക്കുന്ന എഡിനോ വൈറസ് പോലെ അതിൻ്റെ ഗണത്തിൽപ്പെട്ട ഒരു വൈറസാണ്. വളരെ ലെബൈലായിട്ടുള്ള ഒരു വൈറസാണ്. ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഒരു 10 മുതൽ 12 മണിക്കൂറേ ഉള്ളൂ അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ കണ്ണിന് കൺപോളകൾക്ക് വീക്കം, കണ്ണിന് ഒരു ചൊറിച്ചിൽ, മണൽ വാരിയിട്ട പോലെ ഒരു സെൻസേഷൻ അനുഭവപ്പെടാം, കണ്ണിന് ചുവപ്പ് വരാം, കണ്ണിൽ നിന്ന് ധാരാളം വെള്ളം വരിക, കണ്ണിൻ്റെ പോള വിങ്ങി കണ്ണ് മൂടിക്കെട്ടിയ ഒരവസ്ഥയിലേക്ക് പോകാം. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ആദ്യം ഒരു കണ്ണിൽ വന്നിട്ട് പിന്നീടാണ് അടുത്ത കണ്ണിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത്. ഇതോടൊപ്പം ചിലർക്ക് മൈൽഡായിട്ടൊരു വൈറൽ ഫീവർ കൂടി കാണാം, പനിയോ തൊണ്ടവേദനയും, പിന്നെ ചിലപ്പോൾ കണ്ണിൻ്റെ ചെവിയുടെ മുമ്പിലുള്ള ചെറിയ ലിംഫ് നോഡ് എല്ലാതായിട്ടൊരു കഴല വീക്കം പോലെയും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഐ ഡോക്ടറെ കാണിച്ച് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇത് സാധാരണഗതിയിൽ ഒരാഴ്ച എന്തായാലും എടുക്കും അത് ക്ലിയറായി വരാനായിട്ട്. അപ്പോൾ അതിന് സപ്പോർട്ടീവ് മാനേജ്മെൻറ്റാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. പിന്നെ ഇത് വൈറൽ കൺജങ്ക്റ്റിവൈറ്റിസിൽ വല്ലാതെ ചൊറിച്ചിലുള്ളത് കൊണ്ട് കണ്ണ് തിരുമ്മാനായിട്ട് നല്ല സാധ്യതയുണ്ട്. അങ്ങനെ തിരുമ്മുന്നത് കൊണ്ട് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷനും വരാം. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് ഡ്രോപ്സ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇതിനോടുകൂടെ ലൂബ്രിക്കൻ്റ് ഐ ഡ്രോപ്സ് കണ്ണിനൊരു കുളിർമ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല കണ്ണിലുള്ള പഴുപ്പും ഇൻഫെക്ഷനും വാഷ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടും. സാധാരണഗതിയിൽ ഇത് കാഴ്ചയെ കാര്യമായി ബാധിക്കാറില്ല. എന്നാൽ 30% ആൾക്കാർക്ക് ഇത് കണ്ണിൻ്റെ കൃഷ്ണമണിയിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ളതിന് അതന്നെയാണ് കെരട്ടൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ കെരട്ടൈറ്റിസ് വന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ ചെറിയ പുള്ളികൾ പ്രത്യക്ഷപ്പെടാം. അപ്പോഴാണ് പേഷ്യൻറ്റിന് കാഴ്ച ചെറുതായിട്ട് മങ്ങിയതായിട്ടും പിന്നെ വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ ചിതറിയതുപോലെ കാണപ്പെടുകയും ചെയ്യുന്നത്. അത് ഒപ്പാസിറ്റീസ് അഥവാ കലകൾ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മൈൽഡ് ട്രീറ്റ്മെൻറ്റ് പോരാ, ചിലപ്പോൾ ശക്തി കൂടിയ സ്റ്റിറോയിഡ് മരുന്നുകളും ചിലപ്പോൾ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മരുന്നൊഴിച്ച് 2 ദിവസം കൊണ്ട് റിലീഫ് കിട്ടുന്നില്ല, ചുവപ്പ് മാറുന്നില്ല, കാഴ്ച മങ്ങിയതായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകൂടെ ഡോക്ടറെ കണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പുവരുത്തേണ്ട അത്യാവശ്യമാണ്. ഇനി ബാക്ടീരിയൽ കൺജങ്ക്റ്റിവൈറ്റിസ്. ബാക്ടീരിയൽ കൺജങ്ക്റ്റിവൈറ്റിസ് യൂഷ്വലി 2 കണ്ണിനെ ഒരേപോലെയാണ് ബാധിക്കുന്നത്.
അതിൽ കണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്ന കൺപോളയ്ക്ക് നല്ല വീക്കം ഉണ്ടാവാം, കണ്ണ് മൂടിക്കെട്ടി ഒട്ടും തുറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോവാം. പിന്നെ ഇതിൽ പഴുപ്പ് വളരെ കൂടുതലാണ്, നല്ല തിക്കായിട്ട് മഞ്ഞ കളറിലുള്ള പീള കെട്ടി കണ്ണങ്ങ് മൂടിക്കെട്ടും. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും കണ്ണ് വലിച്ചു തുറക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ ബ്ലീഡിങ് വരാം. വളരെ ഒരു മൃദുവായ തുണി നനച്ച് തുടച്ചിട്ട് വേണം കണ്ണ് തുറക്കാനായിട്ട്. ഇതിൽ നമ്മൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് പറയുന്ന ആൻറ്റിബയോട്ടിക് ഐ ഡ്രോപ്സും ഓയിൻമെൻറ്റും യൂസ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. പിന്നെ കുട്ടികളിൽ കാണുന്നത് അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ്. അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് വേനൽക്കാലത്ത് മാത്രമല്ല, ചിലപ്പോൾ പെരീനിയൽ, അതായത് ത്രൂ ഔട്ട് ദ ഇയർ എപ്പോഴും വേണമെങ്കിലും വരാം. പക്ഷേ വേനൽക്കാലത്ത് ഇത് ഫ്ലെയറപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ ഉള്ളതുകൊണ്ടും കൂടുതൽ, പിന്നെ ചിലതരം ചെടികളൊക്കെ പൂക്കുമ്പോൾ പോളൻ റിലീസ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം കൂടുതലായിട്ട് വരുന്നത് സമ്മർ സീസണിലാണ്. അപ്പോൾ കുട്ടികളിലാണ് ഇതിൽ പ്രധാനമായിട്ട്, അവരെയാണ് കൂടുതലായിട്ട് ഇത് ബാധിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ കുട്ടികളാണ് വെളിയിൽ കൂടുതൽ പൊടിയിലൊക്കെ കളിച്ചൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കണ്ണ് ഭയങ്കര ചൊറിച്ചിൽ, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു, നൂല് പോലെ പഴുപ്പ് വരുന്നു, ഇങ്ങനെല്ലാം പറഞ്ഞു വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എന്തിനാണ് അലർജി എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇത് പലപ്പോഴും സാധ്യമായ ഒരു കാര്യമല്ല. കാര്യം അലർജിക്കെതിരെയുള്ള അലർജൻ ഏതാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ പലതുണ്ടെങ്കിലും കൃത്യമായിട്ട് എന്തിനാണ് അലർജി എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പില്ലോയുടെ ഫൈബറിൻ്റെ ആവാം, ചിലപ്പോൾ വളർത്തു മൃഗങ്ങളുടെ ബൂടയോ അങ്ങനെയാവാം, അല്ലെങ്കിൽ ചില കെമിക്കൽസിൻ്റെ ആവാം, ചിലർക്ക് ചില കോസ്മെറ്റിക്സ്, പെർഫ്യൂം, എന്തിനും എഗെയിൻസ്റ്റ് ആയിട്ടും അലർജി വരാം. അപ്പോൾ അത് കഴിയുന്നതും ശ്രദ്ധിക്കേണ്ടത്, അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് വന്നു കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക. പിന്നെ കുട്ടികളാണെങ്കിൽ വെളിയിൽ പൊടിയിൽ കളിച്ച് വന്നു കഴിഞ്ഞാൽ ദേഹം ഒന്ന് തുടച്ചു കൊടുക്കുക. കണ്ണിലൊരു തണുത്ത വാഷ് ക്ലോത്ത് വെക്കുക, കണ്ണിൻ്റെ മുകളിൽ വെക്കുക. അപ്പോൾ തണുപ്പ് വെക്കുമ്പോൾ രക്തക്കുഴൽ ചുരുങ്ങുകയും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന കെമിക്കൽസ് അതിൻ്റെ റിലീസ് കുറയുകയും ചെയ്യും. പിന്നെ ആൻറ്റി ഹിസ്റ്റമിൻ ഡ്രോപ്സ് യൂസ് ചെയ്യാം. അത് സിംറ്റംസ് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കും. അപ്പോൾ കൺജങ്ക്റ്റിവൈറ്റിസ് ഇത്രയെല്ലാം കാര്യങ്ങളാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ. ഇനിയിപ്പോൾ ഒരാൾക്ക് കൺജങ്ക്റ്റിവൈറ്റിസ് വന്നു, അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് വളരെ ഷോർട്ട് ഇൻക്യുബേഷൻ പീരീഡ് ഉള്ളൊരു ഇൻഫെക്ഷനാണ്. അതുകൊണ്ട് പെട്ടെന്ന് മറ്റുള്ളവർക്കും ഇത് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻഫെക്ഷൻ ഉള്ള ഒരു രോഗി കഴിയുന്നതും കൈ കണ്ണിലേക്ക് കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. കാരണം ഇത് കോൺടാക്റ്റ് വഴി സ്പ്രെഡ് ചെയ്യുന്ന ഒരു രോഗമാണ്. അപ്പോൾ അഥവാ കണ്ണ് തുടയ്ക്കണമെങ്കിൽ ടവൽ ഉപയോഗിച്ച് തുടയ്ക്കാതെ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടൺ സ്വാബോ വെച്ച് തുടയ്ക്കുക. അത് ഉപയോഗിച്ച ശേഷം ഡിസ്കാർഡ് ചെയ്യുക. കാരണം നമ്മൾ തുവാല ഉപയോഗിച്ച് തുടച്ചു, അത് വേറെ എവിടെയെങ്കിലും വെച്ചു, അതിൽ വേറെ ആരെങ്കിലും തൊട്ടു, അവർ കൈ കണ്ണിൽ തൊട്ടു, അങ്ങനെ പിന്നെയും ഇൻഫെക്ഷൻ റെക്കറൻ്റായിട്ട് മറ്റുള്ളവർക്കും കൂടെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ തണുത്ത വെള്ളത്തിൽ മുഖം നന്നായിട്ട് കഴുകുക. ആൻറ്റിബയോട്ടിക് ഡ്രോപ്സ്, ഓയിൻമെൻറ്റ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കറക്റ്റ് സമയത്ത് ഉപയോഗിക്കുക. പിന്നെ പ്രധാനം, പലർക്കും ഒരു സംശയമുണ്ട്, ഇൻഫെക്ഷൻ ഉള്ള രോഗിയുടെ മുഖത്തേക്ക് നോക്കിയാൽ ഇൻഫെക്ഷൻ വരുമോ? അതൊരു തെറ്റായ ധാരണയാണ്. അങ്ങനെ ഒരാളുടെ കൺജങ്ക്റ്റിവൈറ്റിസ് ഉള്ള ആളുടെ മുഖത്തേക്ക് നോക്കിയതുകൊണ്ട് ഒരിക്കലും വരികയില്ല. അവരുടെ, ഞാൻ പറഞ്ഞില്ലേ, കോണ്ടാക്റ്റ് കൊണ്ടാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇൻഫെക്ഷൻ ഉള്ള രോഗി യൂസ് ചെയ്ത ടവല് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്, പില്ലോ എന്നിവ ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ ഐ കോസ്മെറ്റിക്സ് വേറൊരാൾക്ക് അവർ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്ന വ്യക്തിക്കാണ് ഇൻഫെക്ഷൻ വരുന്നതെങ്കിൽ അവർ ഇൻഫെക്ഷൻ സമയത്ത് യൂസ് ചെയ്ത കോണ്ടാക്ട് ലെൻസ് ഡിസ്കാർഡ് ചെയ്യുക. അതിന് പകരം സ്പെക്ടക്കിൾസ് യൂസ് ചെയ്യുക. എന്നിട്ട് ഇൻഫെക്ഷൻ മാറിയിട്ടും ആ പഴയ കോണ്ടാക്ട് ലെൻസ് തന്നെ ഉപയോഗിക്കരുത്, പുതിയ ഫ്രഷ് പെയർ എടുക്കുക. പിന്നെ പൊതുവായ സ്ഥലങ്ങൾ, അതായത് ഇപ്പം വല്ല ഫങ്ഷനോ കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ സിനിമ തിയേറ്റർ അങ്ങനെ ഉള്ള ആൾക്കൂട്ടം അവോയ്ഡ് ചെയ്യുക. കാരണം നിങ്ങളിൽ നിന്ന് ഇൻഫെക്ഷൻ വളരെ പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിയുന്നതും മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക ഇൻഫെക്റ്റീവ് പീരീഡ് കഴിയുന്നത് വരെ. പിന്നെ എത്ര നാൾ ഇൻഫെക്ഷൻ വരാം? ഇൻഫെക്റ്റീവ് പീരീഡ് ലാസ്റ്റ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഒരു 3 ദിവസം, 3 to 5 ഡേയ്സിനുള്ളിലാണ് ഇത് ക്ലിയറപ്പ് ചെയ്യാനായിട്ടുള്ള സമയം. അപ്പോൾ യൂഷ്വലി എല്ലാവരും അത്രയും സമയം കറക്റ്റായിട്ട് മരുന്ന് ചെയ്ത് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇൻഫെക്ഷൻ ക്ലിയറപ്പ് ചെയ്യും. പക്ഷേ അതിന് മുൻപേ ചിലർ പെട്ടെന്ന് ജോലിക്ക് പോവുക, അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ പ്ലേ സ്കൂളിലൊക്കെ പെട്ടെന്ന് തിരിച്ച് കുട്ടിയെ സ്കൂളിലേക്ക് വിടുകയാണെങ്കിൽ എല്ലാവരിലേക്കും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യുക. ഇൻഫെക്ഷൻ മാറിയെന്ന് ഉറപ്പ് വരുത്തുന്നതിനായിട്ട് ഡോക്ടറെ ഒന്നുകൂടെ കാണിച്ച് ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം തിരിച്ച് ജോലിയിൽ പ്രവേശിക്കുക.
അപ്പോൾ ഇൻഫെക്ഷൻ മാറിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സിംറ്റംസ് എല്ലാം കുറഞ്ഞു, വേദന, നീര്, കണ്ണീരൊലിപ്പ് അതെല്ലാം കുറഞ്ഞു, പിന്നെ കണ്ണിൻ്റെ ചുവപ്പ് നിറവും മാറി, പീള കുറഞ്ഞു. ഇത്രയും ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻ കുറഞ്ഞു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സാധാരണഗതിയിൽ മരുന്ന് തുടങ്ങി ഒരു 24 മണിക്കൂറിന് ശേഷം സിംറ്റംസ് കാര്യമായിട്ട് കുറഞ്ഞതായിട്ടാണ് കാണാറ്. പിന്നെ കാണുന്ന വേറൊരു നേത്രരോഗമാണ്, അത് സമ്മറിൽ തന്നെയാണ് വളരെ കൂടുതലായിട്ട് കാണുന്നത്, അതാണ് കൺകുരു അഥവാ സ്റ്റൈ എന്ന് പറയും. ഇത് കൺപീലിയിലുള്ള ഗ്ലാൻഡുകൾ, കൺപീലിയിൽ കണ്ണിൻ്റെ പോളയിൽ നിറയെ പീലികളുണ്ട്, ഓരോ പീലിയുടെയും ബേസിൽ ഗ്ലാൻഡുകളുണ്ട്. അപ്പോൾ ഈ ഗ്ലാൻഡുകൾ ഓയിൽ വന്ന് അടഞ്ഞ് അതിൽ ഇൻഫെക്ഷൻ വരുന്നതിനെയാണ് സ്റ്റൈ അഥവാ കൺകുരു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന കണ്ടീഷനാണ്, എസ്പെഷ്യലി കുട്ടികൾക്ക് ആണ് ഇത് കാണാറ്. അപ്പോൾ അത് അവരിലുള്ള ഹൈജീൻ്റെ കുറവുണ്ട്, അതായത് കുട്ടികളിപ്പോൾ പൊടിയിലൊക്കെ കളിച്ച് വന്ന് എപ്പോഴും കൈ വാഷ് ചെയ്യണമെന്നൊന്നുമില്ല, അതേ കൈ കൊണ്ട് തന്നെ മുഖത്തെല്ലാം തൊടാം. പിന്നെ ഇത് സ്റ്റാഫിലോകോക്കസ് എന്ന് പറഞ്ഞ അണുബാധയാണ് ഇതിൻ്റെ കാരണം. ഇങ്ങനെ വരുമ്പോൾ കൺപീലിയുടെ അറ്റത്തായിട്ട് ഒരു തടിപ്പും ചുവന്ന ഒരു കുരു പോലെ പഴുത്തിങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം. ഇത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ ചൂട് പിടിക്കുക, പിന്നെ ഓയിൻമെൻറ്റ് കൺപോളയ്ക്കകത്ത് ഓയിൻമെൻറ്റ് പുരട്ടുക, ജെൻറ്റിലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, കണ്ണിൻ്റെ പോള മസാജ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ പഴുപ്പ് പോയിക്കോളും. പിന്നെ ചിലപ്പോൾ ഇപ്പോൾ ഒത്തിരി കൺകുരുവായിട്ട് വരാം, ചിലർക്ക് മുകളിലത്തെ പോളയിലും താഴത്തെ പോളയിലും എല്ലാം കൺകുരു വരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന മെഡിസിൻസ്, ഓറൽ ആൻറ്റിബയോട്ടിക്സ് എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. പിന്നെ അഡൽട്സിനാണ് ഇത് വരുന്നതെങ്കിൽ ഡയബറ്റിസ് മുതലായ കണ്ടീഷൻസും റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്. ഇതാണ് കൺകുരു. പിന്നെ ചിലപ്പോൾ ഈ കൺകുരു ക്രോണിക് ആവാം, അതിനെയാണ് കെലേസിയോൺ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ആൻറ്റിബയോട്ടിക് കൊണ്ട് മാത്രം മാറുകയില്ല, അത് കീറിൻ്റെ ചെറിയൊരു ലഘുവായ ഒരു സർജറിയിലൂടെ ആ പഴുപ്പ് നീക്കം ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. പിന്നെ സമ്മറിൽ മറ്റൊരു കാര്യം കാണുന്നത് ഡ്രൈ ഐ എപ്പോഴും ഉണ്ട്, കാരണം കൂടുതലായിട്ട് കമ്പ്യൂട്ടറും മൊബൈലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിലേക്ക് കൂടുതൽ സമയം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ കണ്ണുനീര് വരേണ്ട ഡ്രൈ ഐ ഉണ്ടാകുന്നു. ഇതിൻ്റെ കൂടെ അന്തരീക്ഷത്തിലെ ഊഷ്മാവ് വർദ്ധിക്കുകയും കൂടി ചെയ്യുമ്പോൾ ഡ്രൈ ഐയുടെ ഇഫക്ട്സ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് നമ്മൾ വെളിയിലിറങ്ങുമ്പോൾ UV പ്രൊട്ടക്ഷനുള്ള സൺഗ്ലാസ് ധരിക്കുക. അത് ശരിക്കും നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് തന്നെ ഉപയോഗിക്കുക, സോ ദാറ്റ് അൾട്രാവയലറ്റ് രശ്മികൾ, കണ്ണിനകത്തേക്ക് മാരകമായ അൾട്രാവയലറ്റ് രശ്മികൾ പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. ഇത് കറക്റ്റായിട്ട് വെളിയിലിറങ്ങുമ്പോൾ ഗ്ലാസ് യൂസ് ചെയ്യുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, ഡീഹൈഡ്രേറ്റഡ് ആവാതെ നോക്കുക. പിന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് ബ്ലിങ്ക് ചെയ്യുക, കണ്ണ് ചിമ്മുക, അതായത് കണ്ണുനീരിന് നനവ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അപ്പോൾ പൊതുവായിട്ട് സമ്മറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കഴിയുന്നതും കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യുക, അതായത് പൊതുസ്ഥലങ്ങളിലുള്ള സമ്പർക്കം ഒഴിവാക്കുക. പിന്നെ ഇൻഫെക്റ്റഡ് വ്യക്തി കൈ കണ്ണിലേക്ക് കഴിയുന്നതും കൊണ്ടുപോകാതിരിക്കുക. കണ്ണ് ക്ലീൻ ചെയ്യാനായിട്ട് ടവലോ തൂവാലയോ ഉപയോഗിക്കാതെ കോട്ടണോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ച് വൈപ്പ് ചെയ്യുക. കറക്റ്റായിട്ട് ആൻറ്റിബയോട്ടിക് മരുന്ന്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ ഉപയോഗിക്കുക. കാഴ്ചയ്ക്ക് ചെറിയ മങ്ങലോ എന്തെങ്കിലും വെളിച്ചം ചിതറിയ പോലെ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഉടനെ ഒന്നുകൂടെ കാണിക്കുക. പിന്നെ മറ്റ് കോസ്മെറ്റിക്സോ കോണ്ടാക്ട് ലെൻസോ ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കണ്ണിൻ്റെ ഇൻഫെക്ഷനിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷ നേടാം.